കഴിഞ്ഞ ദിവസങ്ങളായി തിരൂർ കുറ്റിപ്പുറം റോഡ് വീരാഞ്ചിറ ചേമ്പടി ഭാഗത്ത് പിന്നെ ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഉള്ള കുഴി മൂടാതെ ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളും ഉള്ളതായിട്ടും അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ തിരൂര് വാട്ടർ അതോറിറ്റിയിൽ പോവുകയും അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കിയത് വഴി മലപ്പുറത്തേക്ക് അവർ വിളിച്ച് ആക്സിനായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായി അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഇങ്ങനെ പിന്നെ റോഡ് നമ്മൾ ഇങ്ങനെ അപകടമുള്ളവർക്ക് നമ്മൾ ശരിയാക്കി തരും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഏതാനും ദിവസങ്ങളായി പിന്നെ ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കയറിയിട്ടുള്ള ഈ കിടങ്ങിൽ അതിന്റെ പിന്നെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുഴി രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ബൈക്കുകൾ വന്ന് ചാടി അതിന്റെ ഇതിലാണ് ആ അപകടം പിന്നെ സംഭവിച്ചിട്ടുള്ളത്. ഈ പരിസരവാസികളായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രംഗത്ത് വരികയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ അപകടനില പിന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി തിരൂരിലുള്ള പിന്നെ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും അവർക്കല്ല അതിന്റെ ഉത്തരവാദിത്തം എന്ന് ഞങ്ങളോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മലപ്പുറം AXയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ റോഡ് ഒരുവിധം ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളും കുറേ പ്രശ്നങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസം മുമ്പ് തന്നെ നമ്മളെ സുഹൃത്തുക്കൾ തന്നെ വീണ് ആകെ ആക്സിഡൻ്റായി താടിയിലൊക്കെ പൊട്ടി സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ നാട്ടിലുള്ള പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒന്നും നോക്കാതെ എല്ലാവരും കൂടി ചെന്ന് വാട്ടർ അതോറിറ്റി പോയി നമ്മൾ സമരം കാര്യങ്ങളൊക്കെ നടത്തി അതിനുള്ള ഒരു പരിഹാരമായിട്ടാ ഇന്നിവിടെ മണ്ണിട്ട് അതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇതുപോലെ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഏത് പ്രശ്നം നമുക്ക് തീർക്കാനുള്ളൂ എന്നുള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. റോഡുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോവുകയും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും നാട്ടുകാരും വളരെ ശക്തമായി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി ഞങ്ങളോട് അന്ന് അവിടുന്ന് ഉറപ്പ് തന്നതുപോലെ ഇന്ന് അതിൻ്റെ ഗർത്തങ്ങളൊക്കെ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു മഴയോ 2 മഴയോ പെയ്താൽ ഇനിയും പഴയ സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ സ്ഥിതി വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു സമരത്തിനോ ഒരു പ്രതിഷേധത്തിനോ കാത്തു നിൽക്കാതെ ജനങ്ങളുടെ ആവശ്യമായ ഒരുപാട് യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡ് ഒരുപാട് സ്കൂൾ ബസ്സുകളും സ്കൂൾ വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും ആശ്രയിക്കുന്ന ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ ഈ പണി ഏറ്റെടുത്ത കോൺട്രാക്ടർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയം അവതരിപ്പിച്ച് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനോ ഏതെങ്കിലും നാട്ടുകാരോ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ടാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആ സമീപനം തിരുത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു റോഡ് കേടന്നാൽ ആ റോഡ് നേരാക്കുകയും കുഴി അടക്കുകയും അടുത്ത മഴ തീരുന്നതോടുകൂടി ധാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്.